ഹായ്, ദിസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഗൗതം വാസുദേവ് മേനോന്റെ, വിശ്വവിഖ്യാതനായ ഗൗതം വാസുദേവ് മേനോന്റെ മലയാളം ഡെബ്യൂ. ശങ്കര തെലുഗു ഡെബ്യൂ ചെയ്ത പോലെ GVMന്റെ മലയാളം ഡെബ്യൂ. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ, വേഫെയർ, ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മമ്മൂട്ടി നായകൻ, ഷെർലക് ഹോംസിനെ പോലുള്ള ഒരു ക്യാരക്ടർ. ഷെർലക് ഹോംസിന്റെ ഫ്രണ്ടും കോൺഫിഡൻറ്റുമായിട്ടുള്ള വാട്സനെ പോലെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഗോപിയുടെ മകൻ എന്നെ എടുത്തു പറയാൻ കാരണം ഇതിൽ സുരേഷ് ഗോപിയുടെ മകനാണെന്ന് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണെന്നും ഒക്കെ നമ്മൾ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ചില റെഫറൻസസ് ഉണ്ട്. പൊതുവെ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത റെഫറൻസസ് ആണത്. വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ ഉടനീളം ഇതാണ്. അതെനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു രീതിയല്ല. നടന്മാരെ നമ്മൾ ഓർപ്പിക്കുന്നത്, ഇന്ന നടനാണിത്, ഇന്നയാളുടെ മകനാണിത് എന്ന് ഓർപ്പിച്ചുകൊണ്ടുള്ള കഥാ രീതി എനിക്കിഷ്ടമല്ല. പേഴ്സണലി എനിക്കിഷ്ടമല്ല. പടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നീരജ് രാജൻ, സൂരജ് രാജൻ, GVM എന്നിവർ ചേർന്ന് ഒരുക്കിയ തിരക്കഥയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇതൊരു മോശം പടം അല്ല, എന്നാൽ വളരെ മികച്ച പടമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. മമ്മൂട്ടി കമ്പനിയുടെ മിക്ക പടങ്ങളും ഉഗ്രം പടങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാം ഉഗ്രം പടങ്ങളാണ്. പക്ഷെ ഇത് ആ ലെവലിലേക്ക് ഉയർന്നു വരുന്ന ഒരു പടമായിട്ട് തോന്നിയില്ല. എനിക്കിതൊരു ആവറേജ് അഫെയർ ആയിരുന്നു. ഇനി ഞാൻ പറയാൻ വന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ട് പടം കാണണം നിർബന്ധമുള്ളവർ ഇനി അങ്ങോട്ടുള്ള റിവ്യൂ കേൾക്കണമെന്നില്ല. ഗോകുൽ സുരേഷ് നേരത്തെ പറഞ്ഞ കണക്ക് ആ ക്യാരക്ടർ വളരെ റിച്ച് ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അച്ഛൻ്റെ ഒരുപാട് പൈസയുള്ള മകനായിട്ടാണ് കാണിക്കുന്നത്. ഇടുന്നത് അർമാനി എക്സ്ചേഞ്ചും അലക്സാണ്ടർ മെക്വീനും അങ്ങനെയുള്ള ബ്രാൻഡഡ് സ്റ്റഫ് മാത്രമേ ഇടാറുള്ളൂ. അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് ഗോകുൽ സുരേഷ് വരുന്നത്. മമ്മൂട്ടിയുടെ കഥാപാത്രം ഡിഡക്ഷൻ, ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞാണ് എപ്പോഴും ഒരു കേസ് അന്വേഷിക്കുന്നത്. ഡിഡക്ഷൻ, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഷെർലക് ഹോംസിൻ്റെ ഒരു രീതിയാണ്. ഇതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക് ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ഡിഡക്ഷൻ, ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ലെന സിദ്ദിഖ് ചെറിയ റോളുകളിലുണ്ട്. സുഷ്മിത ഭട്ട് ഏകദേശം ഒരു ഉടനീള കഥാപാത്രമാണ്. മെയിൻലി ഇതൊരു മമ്മൂട്ടി പടം തന്നെയാണ്. ഒരു ഉടനീള മമ്മൂട്ടി ചലച്ചിത്രം തന്നെയാണ്. മമ്മൂട്ടി ഫാൻസിൽ ആഘോഷിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല. പക്ഷേ മമ്മൂട്ടിയുടെ അഭിനയം നല്ലതാണ്, ഒബ്വിയസ്ലി നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ റോള് അദ്ദേഹം നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വൃത്തികെട്ട പാട്ടുകൾ, മ്ലേച്ഛമായ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അങ്ങനെ ഒന്ന് രണ്ട് പാട്ട് ഞാൻ ശ്രദ്ധിച്ചു. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാട്ടുകൾ പിന്നെ കുഴപ്പമില്ല. ആദ്യം ഒരു ബർത്ത്ഡേ സോങ്ങും ഇടയ്ക്ക് ഒരു ഭരതനാട്യം സോങ്ങും ശേഷമുള്ളൊരു സോങ്ങും ഒക്കെ ഇല്ലാത്തതിന് കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് കാരണം ഇടിച്ചേരുന്നതൊക്കെ തോന്നി. വെറുതെ ഒരു പാട്ടിന് വേണ്ടി ഒരു പാട്ട് ഇടിച്ചേരുന്നതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ സിനിമയുടെ, ഇത് വീണ്ടും ഒരു ക്രൈം ത്രില്ലറാണല്ലോ. ക്രൈം ത്രില്ലറെന്നോ ക്രൈം ഡ്രാമയെന്നോ ഹ്യൂമൻ നിറഞ്ഞ ക്രൈം ഡ്രാമയെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ മലയാളത്തിൽ ഇപ്പം ഈ ജാനുവരി ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു 3-4 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയോ ഒക്കെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കൂടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയുടെയൊക്കെ അവസാനം ഈ ഹൂ ഡൺ ഇറ്റ് ആണല്ലോ. അത് ഇതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ വിചാരിക്കുന്ന കണക്കായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആദ്യമേ വിചാരിച്ച പോലെ തന്നെയാണ് അവസാനം. നമ്മൾ ആദ്യമേ തന്നെ
ഇതാണല്ലോ സംഭവം എന്ന് വിചാരിക്കുന്ന അതേ സംഭവം തന്നെയാണ് അവസാനവും. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായത് കൊണ്ട് എന്നെ അത്ര സർപ്രൈസ് ചെയ്തില്ല ആ പടം. ഓക്കെ ഫൈൻ, ട്വിസ്റ്റിൻ്റെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ അതും ഒരു നോവൽ തീമൊന്നും അല്ല. 1-2 പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനാണ് ഈ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. CI ഡൊമിനിക്, ചാൾസ് മകൻ ഈനാഷു ഡൊമിനിക് എന്ന CI ഡൊമിനിക് എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, പോലീസിലായിരുന്നു, പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി വളരെ സമർത്ഥനായ ഒരാളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം വല്ലപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ വരുന്ന, എന്നാൽ പൊതുവിൽ സമർത്ഥനായ ഒരാളായിട്ട് ഒരു ഡിറ്റക്റ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് അദ്ദേഹത്തിന് ഇത് എങ്ങനെ കാണാതെ പോയി? ഇത്രയും മുമ്പിൽ കിടക്കുന്ന ഒരു സംഭവം, ഇത്രയും വലിയൊരു സംഭവം മുമ്പിൽ കിടന്നിട്ട് അത് എങ്ങനെ കാണാതെ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിലല്ല കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കത്തില്ല, പുള്ളിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ വേറെ എന്തൊക്കെയോ തെളിയിക്കാനോ വേറെ എന്തൊക്കെയോ രീതിക്ക് വേണ്ടി വേറെ എന്തൊക്കെയോ രീതിയിലൂടെ കഥ പോകാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്ന ഞാൻ തോന്നി മനഃപൂർവ്വം. പക്ഷെ അങ്ങനെയുമല്ല, നമ്മൾ വിചാരിക്കുന്ന കണക്കാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിക്കപ്പോഴും. ചില സർപ്രൈസ് ഉണ്ട്, ചില നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ക്ലൂസാണ് പലപ്പോഴും അവർക്ക് തന്നെ കഥാപാത്രങ്ങൾക്ക് കിട്ടുന്നത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടുന്നു. അതിന് പ്രത്യേകിച്ചൊരു പാടുപെടുന്നതായിട്ടൊന്നും തോന്നിയില്ല. പടം ഒരു ഓണസ്റ്റ് എഫേർട്ടായിട്ട് തോന്നി. GVMന്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള എഫേർട്ടായിട്ട് തന്നെ തോന്നി. കാരണം അത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പടമല്ല, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയാണ്. പെർഫോമൻസസും ഏകദേശം ഏറെക്കുറെ എല്ലാവരുടെയും നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കഥ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഈ തിരക്കഥ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. അവസാനം പ്രത്യേകിച്ച് കുറച്ചുകൂടെ കൺവല്യൂട്ടഡ് ആയിട്ട് ഉള്ള കണക്കും വളരെ അൺകൺവിൻസിംഗ് ആയിട്ടും തോന്നി. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതൊരു ആവറേജ് എഫറായിട്ട് തോന്നിയത്. ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for GVM's Malayalam debut. Thanks for watching. Bye.